ശ്രീജിത്ത് മനോരമ ഇഷ്യൂ കണ്ടായിരുന്നു സർ. അംബേദ്കർ മുസ്ലിമിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതോടെ പരിപാടി നടത്തിയവരും വന്നവരും നിന്നവരും കേട്ടവരും എല്ലാം കൂടി വൻ ബഹളം. ഞാൻ കണ്ടിരുന്നു. ഇതൊക്കെ അറിയാത്തവരാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അറിയാത്തവരായിരിക്കും എനിക്ക് തോന്നുന്നത്. നമ്മള് എസൻസ് സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. ഈ ഇന്ത്യയിലെ ഇപ്പൊ കേരളത്തിലായാലൊക്കെ ആളുകൾ നടത്തുന്ന ഇസ്ലാം വിമർശനത്തെക്കാൾ ഏറ്റവും എത്രയോ ശക്തമായ വിമർശനം ഈ ഡിഗ്രി ഉണ്ടല്ലോ, തീവ്രത നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീവ്രമായ ഇസ്ലാം വിമർശനം ഒരു 10-75 വർഷത്തിന് മുന്നേ, 75 ഒരു 100 വർഷത്തിന് മുന്നേ എങ്കിലും അംബേദ്കർ നടത്തിയിട്ടുണ്ട്. അത്ര ശക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് പുള്ളി ഇസ്ലാമിനെ പഠിച്ചു. അതാണ് പഠിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നു എന്താണ് ഇസ്ലാം. ഒരു ട്രൈബ് എന്ന നിലയിൽ, ഒരു കൾട്ട് എന്ന നിലയിൽ, ഒരു ആശയം എന്ന നിലയിൽ എത്ര പ്രതിലോമകരവും ടോക്സിക്കുമാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. അതാണ് ഇപ്പൊ ഞാൻ ഇന്ന് അവതരിപ്പിച്ച വിഷയം തന്നെ നോക്കുകയാണെങ്കിൽ, ഈ ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന് പറയുന്ന ഒരു ദളിത് ലീഡർക്ക് മനസ്സിലാവാത്ത കാര്യമാണ് അംബേദ്കർക്ക് മനസ്സിലായത്. അതെങ്ങനെ അംബേദ്കർ പറഞ്ഞത് ശരിയായി എന്നുള്ളത്, അംബേദ്കർ ഒരു പ്രവാചകനായിട്ടൊന്നുമല്ല, പുള്ളിക്ക് അതിനെക്കുറിച്ച് പുള്ളിക്ക് മനസ്സിലായി, പഠിച്ചിട്ടുണ്ട് പുള്ളി അത്. പിന്നെ പുള്ളിക്ക് സത്യസന്ധത ഉണ്ടായിരുന്നു. അതാണ് രണ്ട് കാര്യങ്ങൾ. ഈ അപ്പീസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ധീരതയായിട്ട് വാഴ്ത്തുന്ന ആളുകളുണ്ട്.